എല്ലാവർക്കും ഭയങ്കര സന്തോഷമായില്ലേ? അങ്ങനെ അവസാനം ജനങ്ങളുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബിഗ് ബോസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. വോട്ടിംഗ് പ്രകാരമുള്ള ഒരു എവിക്ഷൻ ആണ് ഇന്ന് വീക്കെൻഡിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്യാനും അതുപോലെ ലൈക്കും കമന്റ്സും ഒക്കെ ഇടാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞു വെടിയാണ്, അപ്പൊ അതിലേക്ക് നടക്കാം. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു, കാരണം നമുക്ക് കാണാം എല്ലാ കമ്മ്യൂണിറ്റി പോളിലും എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റിലും നമ്മൾ ഇന്ന് വോട്ടിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കുറവ് വോട്ടുള്ളത് ആർക്കാണ്? ഗബ്രിക്കാണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഗബ്രി പുറത്തു പോകുന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണോ സംഭവിക്കാൻ പോകുന്നത്? ഒരിക്കലും അത് സംഭവിക്കില്ല. എത്ര വോട്ട് കുറവാണെങ്കിലും ഗബ്രീനിപ്പോ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തു കൂട്ടിയാലും എന്തെല്ലാം വൃത്തികേടുകൾ പറഞ്ഞാലും ഗബ്രി പുറത്ത് പോകുമെന്ന്, എസ്പെഷ്യലി ഇന്ന് പുറത്തു പോകുന്ന ആരും പ്രതീക്ഷിക്കേണ്ട ഒരു ചാൻസ് ഇല്ല. ഭൂകമ്പം വന്ന് എല്ലാം തല്ലിപ്പൊളിഞ്ഞ് താഴെ വീണാലും ഗബ്രി പുറത്ത് പോകില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ ബിഗ് ബോസ് വീടിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണ്ടന്റ് ഇല്ലാതെ ആകപ്പാടെ ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യും ഓരോ നിമിഷവും ബിഗ് ബോസ് അണ്ണൻ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 50-50 ചാൻസ് പറയുകയാണെങ്കിൽ വേണ്ട, നിങ്ങൾ കുറച്ചൊരു കൂട്ടി പറഞ്ഞോ, നമ്മുടെ രതീഷ് ഇന്ന് പുറത്തു പോകും. കാരണം നമുക്കറിയാമായിരുന്നു എന്താണ് രതീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ വീണ്ടും ബിഗ് ബോസ് തിരിച്ചു വിളിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുറത്താക്കിയ ആളാണ്. പക്ഷെ പുറത്ത് രതീഷ് പോയതിന് ശേഷമാണ് ബിഗ് ബോസ് വീട്ടിലെ ക്രൂ മെമ്പേഴ്സ് അറിഞ്ഞത് രതീഷിന്റെ വീട്ടില് ഹോട്ട്സ്റ്റാർ ഫെസിലിറ്റിയോ ഒരു ടിവിയോ അങ്ങനെയൊന്നുമില്ല എന്ന് മനസ്സിലാക്കി ആൾക്ക് ലൈവായിട്ട് ബിഗ് ബോസ് കാണാനുള്ള ഒരു ചാൻസ് ആയിരുന്നു നമ്മുടെ ബിഗ് ബോസും ലാലേട്ടനും അവരെല്ലാവരും കൂടി ഒരുക്കി കൊടുത്തത്. അതിൽ അവരോട് ഭയങ്കര നന്ദിയുണ്ട്. കാരണം ആ ആള് വന്നതിന് ശേഷം ആൾ എന്തിനു വന്നെന്നോ ഒരു ചലഞ്ചർ ആയിട്ടാണ് ഒന്നും നമ്മളോട് പറഞ്ഞില്ല, ഗസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഇരുന്ന് കളി കാണുക എന്നതിൽ കൂടുതൽ ഒരു കാര്യം ആൾക്ക് ചെയ്യാൻ പാടില്ല. കാരണം ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. മറ്റുള്ളവർക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒന്നും പറയാൻ പാടില്ല. അവര് പറയുന്നത് കേൾക്കാൻ മാത്രമേ പാടുള്ളൂ. അനങ്ങരുത്, തിരിയരുത്, അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു രതീഷിന്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആൾക്ക് ബിഗ് ബോസ് ലൈവ് കാണാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ പേരിലേക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ആള് മിക്കവാറും ഇന്ന് തിരിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഈ വക ഉഡായിപ്പുകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ സായി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സായണ്ണൻ പുറത്തു പോയി ഡോക്ടറെ കണ്ട് അത്യാവശ്യം വിവരങ്ങളൊക്കെ ശേഖരിച്ച് തിരിച്ചു വന്ന് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നാളെ ഇനി സായി അടിപൊളിയായി ഗെയിം കളിച്ച് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചട്ടില വേഗതയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആരും ടെൻഷൻ അടിക്കേണ്ട. സായണ്ണന് അത്യാവശ്യം ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടിക്കാണാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സായണ്ണനിൽ ഒരു വ്യത്യാസം ഞാൻ പ്രതീക്ഷിക്കുന്നു. സായിന് പൊട്ടിത്തെറിച്ചാലും ഞാൻ അതിൽ വലിയ അത്ഭുതമൊന്നും കാണാൻ നിൽക്കുന്നില്ല. ബാക്ക് പെയിൻ ആന്നൊക്കെ പറഞ്ഞു പുറത്തു പോയി കാര്യങ്ങളൊക്കെ ഒരു അറിഞ്ഞ് സായണ്ണൻ വന്നിരിക്കാനാണ് ചാൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ സായണ്ണന്റെ പൊട്ടിത്തെറികൾ നമുക്ക് ഇനി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. മനുഷ്യനായി മാറിയ സായി പറഞ്ഞായിരുന്നു ഞാനിപ്പോൾ ഒരു മനുഷ്യനായെന്ന്. അപ്പൊ മനുഷ്യനായി മാറിയ സായില് എന്ത് വ്യത്യാസം നാളെ മുതൽ കാണും, അതൊക്കെ നമ്മൾ എക്സൈറ്റഡ് ആണ്. തിങ്കളാഴ്ച മുതൽ ലൈവിൽ സായി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ ഗെയിം കളിക്കുന്നു, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും സായി അണ്ണന്റെ ബാക്ക് പെയിന്റെ റീസൺ. അറിയില്ല കേട്ടോ, നമ്മളൊരാൾക്ക് ഒരു അസുഖം വരുമ്പോൾ നമ്മളതിനെ മോശമായി പറയുന്നില്ല. പക്ഷെ എന്തോ അങ്ങനെ ഒരു മനസ്സിൽ നിന്ന് അങ്ങനെ ആരോ പറയുന്നത് പോലെ തള്ളിക്കറി കമന്റ് ബോക്സിലേക്ക് വരണ്ട. ഒരു വ്യക്തിക്ക് അസുഖം വരുമ്പോൾ ആ വ്യക്തിനെ ഇട്ട് അലക്കുന്നതാണോ പരിപാടി എന്ന് നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുന്നേ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ സായണ്ണൻ ഇനി എന്താണ് മാറ്റിപ്പിടിക്കാൻ പോകുന്നേ എന്ന്. അതുപോലെ തന്നെ ശരണ്യ ചേച്ചിയുടെ ഒരു കാര്യം, ഈ കാര്യം ഞാൻ പറയാറില്ല, കാരണം നമ്മളിത് പറഞ്ഞ ആളുകൾ പറയും ഓ സദാചാരം പറയുന്നു, കുലസ്ത്രീ വന്നു എന്നൊക്കെ പറയും. എന്നാലും ഒരു നേരം പോക്ക് പറഞ്ഞേക്കാം, ശരണ്യ ചേച്ചിയുടെ ഡ്രസ്സിങ് സ്റ്റൈൽ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. എന്താണെന്നറിയില്ല, കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ നമ്മുടെ ബിഗ് ബോസ് ആണ് വളരെ അധികം സൂം ചെയ്ത് നമ്മുടെ ചേച്ചീനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചോദിക്കും പിന്നെ ശരണ്യ ഇട്ട ഡ്രസ്സ് ഇട്ടല്ലേ ശരണ്യനെ കാണിക്കാൻ പറ്റും. എന്തൊരു കോലമാണെന്നേ. വട്ടവർ ദ സ്റ്റൈല് നമ്മുടെ ബിഗ് ബോസിൽ കൊണ്ടുവന്ന് ആളുകളെ മനസ്സിലാപ്പിക്കാൻ, അല്ലെങ്കിൽ ആളുകളോട് ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഡ്രസ്സ് ചെയ്യാം, ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാലും ഇത് കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നാ അയ്യേ എന്ന് തന്നെയാണ്.
വളരെ മോശം എന്ന് തന്നെ പറയാം. പല ആളുകൾ കാണുന്ന ഷോയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങളൊന്നും ബീച്ചിൽ പോകാറില്ലേ, ബിക്കിനി ഇട്ട് നിൽക്കണ കാണാറില്ലേ? നല്ല ഭംഗി അടിപൊളി ആളുകൾ ബിക്കിനി ഇട്ട് നമ്മൾ ഹായ് എന്ന് തന്നെ പറയും. പക്ഷെ ഇത് കണ്ടിട്ട് അടിപൊളി എന്ന് പറയണമെങ്കിൽ ആ പറയുന്നവന്റെ കണ്ണിന് എന്തെങ്കിലും ഒരു കുഴപ്പം വേണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ബിഗ് ബോസ് ആണെന്നെങ്കിലും ഈ വക കാര്യങ്ങളൊന്ന് കാണിക്കാതിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. വളരെ ബോറിംഗ് ഡ്രസ്സിങ് സ്റ്റൈൽ. അതായത് ചിലത് ഈ ഒരു കോലട്ടാ, എല്ലാ ഡ്രസ്സും എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ ഒരു കോലം ഒന്ന് കാണിക്കാണ്ടിരുന്നെങ്കിൽ വളരെ ഒരു ഉപകാരമായിരുന്നു. കാരണം അത് ഭയങ്കര മടുപ്പ്, വെറുപ്പ് തോന്നുന്നു തന്നെ പറയാം ഈ വൃത്തികെട്ട വേഷത്തില് നമ്മുടെ ശരണ്യനെ കാണുമ്പോൾ. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ബിഗ് ബോസ് മാറ്റിപ്പിടിക്കും. ഇനിയിപ്പോ മാറ്റിപ്പിടിക്കാൻ എത്ര ദിവസം ഉണ്ട് എൻ്റെ ചേട്ടാ? നിസാര ഡേയ്സേ ഉള്ളൂ. പറഞ്ഞു കേട്ടനുസരിച്ച് ബിഗ് ബോസ് ഷോയില് ഒരു അഴിച്ചുപണികളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നത് കാണിക്കണം, ഇന്ന കാര്യങ്ങൾ കാണിക്കരുത്, നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ബാക്കി കാര്യങ്ങളും. കാരണം നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസിനും ഏഷ്യനെറ്റിനും ഒക്കെ കിട്ടിയ ഒരു മുട്ടം പണി എന്നതാണ്. അപ്പോൾ മിക്ക ആളുകളും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലൈവിലൊന്നും ആരും തന്നെ കാണാനില്ല. അപ്പൊ അത്രമാത്രം ഷോയുടെ TRP കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെ തിരിച്ചു പിടിക്കാന്ന് മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡ്, വീക്കെൻഡ് എപ്പിസോഡ്, ലാലേട്ടൻ വന്ന് ഇനി എന്തുമാത്രം നുണ പറഞ്ഞ് ഇന്ന് ആരെയാണാവോ കുരിശിൽ കയറ്റാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുവാണ്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.